രക്തക്കുറവിനും ഇമ്മ്യൂണിറ്റിക്കും അതുപോലെ നമ്മുടെ സ്കിന്നിനും മുടി വളർച്ചയ്ക്കും ഒക്കെ വളരെ നല്ലതാണ് എള്ള് കൊണ്ട് ഇതുപോലെ ലേഹ്യം ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കിലോ എള്ള് എടുത്തിട്ടുണ്ട്. ഒരു 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം അരിപ്പയിൽ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തെടുക്കുക. ഇനി അത് നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം നമ്മളൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എള്ള് റെഡി ആയി കഴിഞ്ഞാൽ അതിൽ ആ ഒരു വെള്ളപ്പറ്റൊക്കെ ഒന്ന് പോയിട്ട് പൊട്ടി വരാൻ തുടങ്ങും. അതാണ് കറക്റ്റ് പാകം. ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/4 കപ്പ് വീതം പിസ്ത, അതുപോലെ ബദാം, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ കറുത്ത മുന്തിരി ചേർക്കുന്നുണ്ട്. വാൾനട്ട് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചേർക്കാം. ഇതൊന്ന് നല്ലപോലെ റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് വീതം ഫ്ലാക്സ് സീഡും അതുപോലെ ചിയാ സീഡും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലാക്സ് സീഡും ചിയാ സീഡും നല്ലപോലെ ഒന്ന് റോസ്റ്റായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 5-6 ഡേറ്റ്സ് കഴുകിയിട്ട് കുരു കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാ നമ്മുടെ എള്ളും അതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 കപ്പ് തേങ്ങ, അതുപോലെ തന്നെ ഒരു 2 അച്ച് ശർക്കര ഒന്ന് ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു എള്ള് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. 1/2 കിലോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതൊരു 2-3 ബാച്ച് ആയിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ എള്ള് പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവുക, നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടൂല. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. അതുപോലെ തന്നെ നട്ട്സും നമ്മളൊന്ന് പൊടിച്ചിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ആ ഒരു തേങ്ങ അതേ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് അതും ഒന്ന് വിപ്പ് ചെയ്തെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ആ ഒരു ശർക്കര പാനി ഉണ്ടല്ലോ, അത് അരിച്ചിട്ട് നമ്മൾ ഉരുളിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായി തിള വരുമ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് നമ്മുടെ തേങ്ങ ഒന്ന് ഒതുക്കി വന്നതില്ലേ, അതാണ് കേട്ടോ. അതും കൂടിയും ചേർത്തിട്ട് ഒന്ന് തിള വരുന്ന സമയത്താണ് നമ്മൾ ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു സമയത്ത് ഫ്ലെയിം നല്ല പോലെ ഒന്ന് കുറച്ച് വെക്കണേ, എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ അടികട്ടിയുള്ള പാത്രം എടുക്കുക, അതുപോലെ കുറച്ച് വലിയ പാത്രം എടുക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നമുക്ക് തിളക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു 5-8 മിനിറ്റ് കഴിഞ്ഞാൽ ഞാനിതിലേക്ക് കുറച്ച് പംകിൻ സീഡും സൺഫ്ലവർ സീഡും ചേർക്കുന്നുണ്ട്. ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ ലാസ്റ്റോട്ട് അങ്ങ് ചേർക്കുന്നത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കുറച്ച് ചുക്കുപൊടിയും ചേർക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിനും നല്ല ഹെൽത്തി ആയിട്ട് കിട്ടാനും നമ്മളിതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് ഈ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ. നമ്മൾ സാധാരണ ലേഹ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലപോലെ വരട്ടിയെടുക്കില്ലേ, അതുപോലെ ടൈം എടുത്തിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് വരട്ടിയെടുക്കാൻ. എല്ലാം നല്ലപോലെ ഒന്ന് യോജിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ നല്ലൊരു ലേഹ്യം പോലെ ആയി കിട്ടും. അതുവരെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്തിട്ടൊന്ന് തണുക്കാൻ മാറ്റുന്നുണ്ട്. തണുത്തതിന് ശേഷം ഇതുപോലെ ബോളുകളാക്കിയിട്ടാണ് ഞാൻ മാറ്റി വെക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ലേഹ്യമായിട്ട് സ്പൂൺ വെച്ചിട്ട് കോരി കഴിക്കുകയും ചെയ്യാം. അപ്പോൾ വെറും എള്ള് മാത്രം വെച്ചിട്ടും ചെയ്യാം, നട്ട്സ് ചേർക്കേണ്ടവർക്ക് അങ്ങനെ ചേർക്കാം. ഇതെല്ലാം കൂടിയും ചേർക്കുമ്പോൾ നല്ല ഹെൽത്തിന് വളരെ നല്ലത്.